പോലും അവരുടെ ദുഃഖം എന്ന് പറയുന്നത് വലിയ വലിയ ഘനത്തിലുള്ള വലിയ സ്വപ്നങ്ങളാണ് എരിഞ്ഞടങ്ങിയിരിക്കുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും ഭാവിയാണ് എരിഞ്ഞടങ്ങിയിരിക്കുന്നത്. അതൊക്കെ ആർക്കാണ് സാന്ത്വനിപ്പിക്കാൻ സാധിക്കുക? അല്ലേ? നമ്മുടെയൊക്കെ കടമ നമ്മൾ ചെയ്യുന്നു, അത് വൈകാരികമായി തന്നെ ചെയ്യുന്നു. ഒരു രാജ്യം മുഴുവൻ ഇതിനകത്തുനിന്ന് ബാധിക്കപ്പെടാത്ത സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ പോലും ഈ ദുരന്തത്തെ വേദനയോടെയാണ്. ഇന്നത്തെ ദിവസം 3-ാം ദിവസവും ഭാരതത്തിലെ ജനങ്ങൾ മുഴുവൻ പേറുന്നു. അല്ല, എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്ക് മാത്രമാണെന്ന്. ഇതുപോലെ ഈ പറയുന്ന കണ്ടീഷൻസിൽ ജീവിക്കുന്ന മക്കളുള്ള ഓരോ കുടുംബവും, അത് ഏത് രാജ്യമായാലും, അവർക്കെല്ലാം ഈ ദുരന്തം ഒരു വലിയ വ്യാകുലതയാണ്. അയ്യോ, എൻ്റെ കുഞ്ഞ് അവിടെ ആണല്ലോ എന്ന് ചിന്തിക്കുന്ന ആഫ്രിക്കക്കാരനുണ്ടാവില്ലേ, ജർമ്മൻകാരനുണ്ടാവില്ലേ? അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അതൊരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഗോയിങ് ടു ബി സ്ട്രോൺ ദ വേൾഡ് ഓവർ. എല്ലാവർക്കും ആശങ്കയും ഭയപ്പാടുമൊക്കെ ഉണ്ടാക്കും. കാരണം ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഷേപ്പിലേക്ക് ഈ ദുരന്തം വളർന്നു എന്നുള്ളത്. ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം പ്രധാനമന്ത്രിയായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കും? ഒന്നും സംസാരിച്ചിട്ടില്ല. കാരണം നമുക്കൊരു ഡെസിഗ്നേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഓഫീസിൻ്റെ ഡെസിഗ്നേറ്റഡ് പവേഴ്സ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്ററി പവേഴ്സ് അതിനകത്ത് നിന്ന് ഒരു MP എന്ന നിലയ്ക്ക് വിളിക്കാവുന്നത് വകുപ്പ് മന്ത്രിയാണ്. വകുപ്പ് മന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് ആരൊക്കെ വിളിച്ചിരുന്നു, എന്തൊക്കെ ആവശ്യപ്പെട്ടു, ഇതെല്ലാം ചെല്ലും. അതാണൊരു ഭരണത്തിൻ്റെ സമ്പ്രദായം, അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒന്നും ഉപദേശപ്രകാരമല്ല. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ മുന്തിയ സ്ഥാനമുള്ള ആളാണ്. അതുകൊണ്ടല്ലേ കൃത്യമായി ഇവിടെ നിന്ന് MOSനെ അയക്കുകയും അവിടെ നിന്ന് എല്ലാം മോണിറ്റർ ചെയ്യുക. അത് ഇന്ത്യയിലിരുന്നുകൊണ്ട് മോണിറ്റർ ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് മിനിറ്റ് ടു മിനിറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്ന ഇൻഫർമേഷൻ, പ്രധാനമന്ത്രിയുടെ അഡ്വൈസ് മുഴുവൻ സ്വീകരിച്ച് അത് നടപ്പിലാക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ 3-ാം ദിവസം നമുക്ക് വലിയ കാലതാമസമില്ലാത്ത ആ രാജ്യത്തിൻ്റെ കർശനമായ നിയമം മുറിക്കാതെ ഉടയ്ക്കാതെ നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നു. ആ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്താണിത്. തീർച്ചയായിട്ടും അവർക്കും വേദന ഉണ്ടാവും. അവർ ഈ ദുരന്തത്തിന് പാത്രമായി എന്ന് പറയുന്ന വേദന അവർക്കുണ്ടാവും. See, the thud of this pain is unfathomable. You cannot measure the depth of this pain. It belongs to a larger community called the Indians, who have children at home, who are aspiring to be employed in Gulf countries or, for that matter, outside their own homeland. So this is a pain to such families also. But I would want to track it down to the pain of the bereaved families, because their dreams have shaped into shapeless ashes. How do you think we are going to I don't know. You will ask for a joint investigation to this Kuwaiti? You don't have to ask for it. Indian government will also be a part of it? Not even Indian government. The Kuwait government, even though they have some agenda in their governance or operations, they won't let go of humanity. I'm sure about it. They will do fair justice. Even if you try to tamper, they will not fall prey to it. They will conduct it in a pure way and fair way. India would also join? Definitely. It's our duty and responsibility. The Indian government will be